ചന്ദ്രയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ എയർനെറ്റ് കമ്പനിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഏത് പ്രസ്ഥാനങ്ങളുടെയും തിരിച്ചറിവിനായി ഒരു ലോഗോ ഉണ്ടാവും, പ്രത്യേകിച്ച് ചാനലുകൾ. ആയതുപോലെ തന്നെ തനിമ എയർനെറ്റ് ചാനലിന്റെയും ലോഗോ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയായ ശ്രീമതി ചന്ദ്രികയെ ക്ഷണിച്ചുകൊണ്ട് ലോഗോ ഉദ്ഘാടനം. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ എയർനെറ്റിന്റെ ചെയർമാൻ ശ്രീ ജിമ്മിൻ ജെ കുറിച്ചിയിൽ, സ്വാഗതം ആശംസിച്ച മാനേജിംഗ് ഡയറക്ടർ ശ്രീ കല്ലാർ ഹരികുമാർ, അതുപോലെ നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാളയൻ രാജൻ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ XMLA ശ്രീ ജി ശരത്ചന്ദ്ര പ്രസാദ്, അതുപോലെ വാർഡിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീ ഹരികുമാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇനിയിപ്പോ വിവരസാങ്കേതിക വിദ്യ വിപ്ലവാത്മകമായ സ്ഫോടനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എന്തും ഒരു വിരൽത്തുമ്പിൽ നമുക്ക് കരഗതമാണ് എല്ലാം. അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയിപ്പോ മൈക്രോസോഫ്റ്റിന്റെ ഇന്റർനാഷണൽ സാങ്കേതിക സഹായവും അതുപോലെ തന്നെ ഭാരതി എയർടെലിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയും ഉപയോഗിച്ചുകൊണ്ട് എയർനെറ്റ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ HDD ക്വാളിറ്റിയിൽ എയർനെറ്റിന്റെ സെറ്റ് ഓഫ് ബോക്സ് വഴി ഡിഷ് ആന്റിനയോ കേബിളിന്റെയോ ഒന്നും സഹായം കൂടാതെ എയർനെറ്റ് ചാനൽ നെറ്റ്വർക്കായി സഹകരിക്കുന്ന മുഴുവൻ ചാനലുകളുടെയും എല്ലാ വീടുകളിലും ഓടുന്ന വാഹനങ്ങളിലും എല്ലാം കാണത്തക്കവണ്ണം ഒരു പുതിയ സംവിധാനമാണ് ഒരുങ്ങുന്നത്. ഇനിയിപ്പോ നമുക്കറിയാം, ഇനിയിപ്പോ സ്വാഗത പ്രാസംഗൻ പറഞ്ഞത് ശരിയാ, നമ്മുടെ റോഡിലിറങ്ങിയാൽ പോസ്റ്റുകളും കമ്പികളും അതുപോലെയുള്ള സംവിധാനങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ കേബിളും. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് വേണം ഒരു വലിയ വാഹനങ്ങളൊക്കെ വന്നാൽ പോകാൻ. അതുകൊണ്ട് ഇപ്പോ ഇത്തരത്തിലുള്ള ദുർഘടങ്ങളൊന്നുമില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്, യാതൊരു സംശയവുമില്ല. ഒരു കേബിളുമില്ലാതെ നമ്മുടെ കൈക്കുള്ളിൽ തന്നെ ഇതൊന്നുമില്ലാതെ ഒരു വിഷ്വൽ മീഡിയ മുമ്പിലെത്തുന്ന ഒരു സംവിധാനം ആണ് ഇതുകൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പറഞ്ഞത്, വള്ളക്കാട് കൗൺസിലർ വന്ന് കണ്ടില്ല, താമസിച്ചു പോയതുകൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത്. താമസിച്ചു വരുന്നവർക്ക് പറ്റുന്ന അബദ്ധമായില്ല. ഓടുന്ന വാഹനത്തിലിരുന്നും നമുക്ക് TV കാണാം, അതുപോലെ തന്നെ കസ്റ്റമറുടെ കയ്യിലുള്ള മൊബൈലിൽ നമുക്ക് കാണാം. അതുപോലെ നിരവധി സൗകര്യങ്ങൾ ഇവരേർപ്പെടുത്തിക്കൊണ്ടാണ് ഇനിയിപ്പോൾ ഒരു പുതിയ വിവര സാങ്കേതിക വിദ്യയുടെ വിപ്ലവത്തിലേക്കാണ് കാൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ദിവസേന
ഒരുപാട് മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലഘട്ടത്തെ കമ്പ്യൂട്ടർ യുഗം തുടങ്ങുന്ന കാലഘട്ടത്തിൽ അല്ല ഇന്ന് കമ്പ്യൂട്ടറുകൾ. അന്നൊരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോയെങ്കിലും വെയിറ്റ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ പോയിട്ട് ലാപ്ടോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം പോലെ കൈ കൊണ്ട് നടക്കാവുന്ന രീതിയിലുള്ള സംവിധാനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, വിവര സാങ്കേതിക വിദ്യ വിപ്ലവാത്മകമായ ഒരു സ്ഫോടനത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ ഊർജ്ജസ്വലനായ എയർനെറ്റിന്റെ ചെയർമാൻ, ഇത് മാത്രമല്ല നിരവധിയായി ഞാൻ ഇതിനു മുമ്പ് വേറൊരു സംവിധാനം പനവിള ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ. വളരെ എൻത്യൂസിയാസ്റ്റിക്കായ, എനർജറ്റിക്കായ, കർമ്മനിരതനായ, അതുപോലെ വളരെ ചെറുപ്പക്കാരനായ ഒരു ചെയർമാൻ. ഈ ചാനലിന്റെ ഒരു പ്രത്യേകത, ആ കാര്യം ഇതിനകത്ത് എഴുതിയിട്ടില്ല, ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. പ്രത്യേകതകൾ എഴുതിയപ്പോൾ അക്കാര്യം വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വളരെ ഊർജ്ജസ്വലനും കർമ്മനിരതനുമായ ഒരു ചെയർമാന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ ചാനലിനെ അതിന്റെ ഉന്നതങ്ങളിൽ എത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സത്യസന്ധമായ വാർത്തകളും അതുപോലെ തന്നെ സാമൂഹ്യ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രോഗ്രാമുകളും അതുപോലെ വ്യത്യസ്തങ്ങളായ നിരവധി എന്റർടൈൻമെന്റ് പ്രോഗ്രാമും ഒക്കെയായി നമുക്കൊരു വലിയ ദൃശ്യ വിരുന്നൊരുക്കാനാണ് ഇന്നവരുടെ പുതിയ സംരംഭം. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഞാനൊരു മീറ്റിങ്ങിൽ നിന്നാണ് എഴുന്നേറ്റ് വന്നത്. വാസ്തവത്തിൽ ശരിയാ, എന്നോട് വന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചില്ല, സമയമുണ്ടോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചു. ഒരു 10-20 മിനിറ്റ് എടുക്കത്തുള്ളെന്ന് പറഞ്ഞു. ശരിയെങ്കിൽ വരാം എന്ന് ഞാൻ പറയുകയും ചെയ്തു. വാസ്തവത്തിൽ ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ് ഇതിന്റെ സംഭവം എന്താണെന്ന് നോക്കുന്നത് പോലും. തീർച്ചയായിട്ടും തനിമ, വളരെ തനിമയുള്ളതാകട്ടെ, കേരളത്തിന്റെ തനിമയുള്ളതാകട്ടെ, മലയാളക്കരയുടെ തനിമയുള്ള ഒരു വാർത്താ ചാനലായി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ചാനലായി മറ്റേത് പരിപാടികളും സംപ്രേഷണം ചെയ്യുന്ന തനിമയുള്ള ഒരു ചാനലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് അവരുടെ പുതിയ സംരംഭം തനിമ ഇന്റർനെറ്റ് വയർലെസ് ചാനൽ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി വളരെ വിനയത്തോടെ ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യം. ഈ ചാനലിന്റെ ലോഗോ അനിമേഷനാണ് ഇത് നിർവഹിക്കുന്നതിന് ശ്രീ ബഹുമാന്യനായ പാളയം രാജൻ ക്ഷണിച്ചുള്ളൂ. ആരാധ്യയായ മേയർ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയമുള്ള എക്സ്-MLA ശ്രീ ടി ചരിത്രപ്രസാദ്, എൻ്റെ സഹപ്രവർത്തകരായ കൗൺസിലർമാർ ശ്രീ ഹരികുമാർ, ശ്രീ സുരേഷ് കുമാർ, ശ്രീ കല്ലാർ ഹരികുമാർ, മറ്റ് ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഇത് ദീർഘമായ പ്രസംഗത്തിൻ്റെ വേദിയല്ല. ആരാധ്യ മേയറോട് സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ യുവാവായ ഒരു ചെയർമാന്റെ നേതൃത്വത്തിൽ തനിമ കമ്മ്യൂണിക്കേഷൻ ഒരു പുതുതായി വളരെ തികച്ചും 100% സൗജന്യമായി 5000 രൂപയോളം വില വരുന്ന ഇൻസ്ട്രുമെന്റ് അത് വീടുകളിൽ എത്തിച്ചുകൊണ്ട് കേബിളിന്റെ സഹായമില്ലാതെ ഒരു പുതിയ ആശയം നമ്മുടെ ജനതയ്ക്ക് മുന്നിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പരമാവധി ചാനലുകളെ നമ്മുടെ കൈക്കുള്ളിലെത്തിക്കുവാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്നുണ്ട്. ആ പരിശ്രമം ഏറെ വിജയിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എന്നെ ഏർപ്പെടുത്തിയ ചുമതലത്തോടുകൂടി ആ ഇൻസ്ട്രുമെന്റ് ഇതിന്റെ ലോഗോ ഇവിടെ ഓപ്പൺ ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ബോക്സാണ് വീടുകളിൽ സൗജന്യമായി 5000 രൂപയോളം വില വരുന്ന സാധനം എത്തിച്ചിട്ടാണ്, ഈ സെറ്റ് ബോക്സ് നൽകിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം വീടുകളിൽ വ്യാപിപ്പിക്കുന്നത്. ഈ ചാനലിന്റെ ലോഗോ ആനിമേഷനാണ് അടുത്തത് നിർവഹിക്കുന്നത് ടി ശരത്ചന്ദ്ര പ്രസാദ്, എക്സ്-MLA.
പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ ജമീൻ, നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീ ഹരികുമാർ, ശ്രീ കല്ലാർ ഹരികുമാർ, പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നതിൻ്റെ ഒരു വളരെ ലഘുവായ ഒരു ചടങ്ങാണ്. ഞാൻ ഈ ചടങ്ങ് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീ കല്ലാർ ഹരികുമാർ അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തുമ്പോൾ ഞാൻ ഞെട്ടലോട് കൂടിയാണ് കേട്ടിരുന്നത്. അത് കല്ലാർ ഹരികുമാറിന്റെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, വലിയ കോടീശ്വരന്മാരെ കൊണ്ട് നടത്താൻ കഴിയാത്ത ഈ വലിയ കാര്യങ്ങൾ, ഇന്റർനെറ്റ് ലോകത്തെ വലിയ കാര്യങ്ങൾ ഈ ചെറു മത്സ്യങ്ങളായ ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെറു മത്സ്യങ്ങളുടെ ശക്തി വലിയ കപ്പലുകൾ കമത്താൻ കഴിയുന്ന ശക്തി ചെറു മത്സ്യങ്ങൾക്കുണ്ട്. എങ്കിലും ഇതൊരു വലിയ പരീക്ഷണമാണ്. ചാനൽ ലോകത്ത് ഒരു പുതിയ പരീക്ഷണത്തിന് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടി വരും. ഇപ്പോ വയർലെസ് ആയ അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ, പ്രത്യേകിച്ച് 10 രൂപ ലാഭം കിട്ടിയാൽ ആ സ്ഥലത്തേക്ക് ഓടിക്കൂടുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. 1 കിലോ കപ്പയ്ക്ക് 50 പൈസ കുറച്ച് പാളയത്തെക്കാട്ടിൽ കുറവ് ചാലക്കമ്പോളത്തിൽ കിട്ടും എന്ന് പറഞ്ഞാൽ 15 രൂപ ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ പോയി 50 പൈസ കുറച്ച് കപ്പ വാങ്ങിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. അതുകൊണ്ട് സെറ്റോ ബോക്സിന്റെ വാടക പകുതിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും ഇവിടെ നിന്നുകൊണ്ട് പറയും, അതിന്റെ ഒരു കണക്ഷൻ എന്റെ വീട്ടിലും വെച്ചേക്കണം എന്ന് പറയും. സൗജന്യം എന്നുകൂടി കേൾക്കുമ്പോൾ ഈ സൗജന്യം, പൂർണ്ണമായും സൗജന്യം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് നമ്മുടെ റിലയൻസുകാരുടെ ഫോൺ ആദ്യം ഇവിടെ കൊടുത്ത സമയത്ത് സ്റ്റാച്യൂലൊക്കെ നമ്മളിങ്ങനെ അതുവഴി കടന്നു പോകുമ്പോൾ ഈ അന്ത്യപത്രം വിൽക്കുന്നത് പോലെ ഈ മൊബൈലൊക്കെ ഇങ്ങനെ അടുക്കി കയ്യിൽ വെച്ചിട്ട് അവിടെ വെച്ച് റിലയൻസുകാർ കച്ചവടം നടത്തിയ ഒരു കാലഘട്ടം ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ വിചിത്രമായ കാര്യമായി കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് എല്ലാ ആളുകളുടെ കയ്യിലും 3G ഫോണുകളാണ് ഏകദേശമുള്ള ആളുകളുടെ കയ്യിലേക്ക് എല്ലാവരും ചോദിക്കുന്നത്. മീൻ കച്ചവടം നടത്താൻ പാളയം മാർക്കറ്റിൽ വരുന്ന ആളുകളും 3G ഫോണുണ്ടോ എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലാണ്. മീൻ കച്ചവടം ചെയ്യുന്ന ആളുകൾ സമൂഹത്തിലെ കുറഞ്ഞ ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ബിസിനസ് ശൃംഖലയെ പോലും ബന്ധപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ സംവിധാനങ്ങൾ, ആധുനിക സംവിധാനം ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാളയം മാർക്കറ്റിലെ മീനിനേക്കാൾ നല്ല മീന് അടുത്ത മാർക്കറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ 3G സംവിധാനം ഉപയോഗിച്ച് പിടയ്ക്കുന്ന മീനാണോ എന്ന് അവിടെ ഇരുന്നു കൊണ്ട് നോക്കി വില തീരുമാനിക്കാനൊക്കെ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്കാണ്. ഞാൻ ആ അർത്ഥത്തിലാണ് പാളയം മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞത്. ഈ ആധുനിക സംവിധാനം ഇന്ന് ലോകത്തെമ്പാടും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, താഴെ തട്ട് മുതൽ ഉന്നതന്മാർ വരെ ഉപയോഗിക്കുന്ന ഒരേ സംവിധാനമാണ്. ഈ സംവിധാനത്തിന്റെ ഒരു കാലഘട്ടത്തിൽ 2-in-1 എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി ഇന്ന് ഹരികുമാറുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് 2-in-1 ഒന്നുമല്ല. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ചാനൽ പരിപാടികൾ ആലോചിക്കുക, കാണുക, ഫോൺ ഉപയോഗിക്കുക, ഇതെല്ലാം കൂടി ചേർന്നുള്ള നമ്മൾ ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് പോലെ 5-6 ഇനങ്ങൾ അടങ്ങുന്ന ഒരു ഫെസിലിറ്റിയാണ്
ഈ കേബിൾ സംവിധാനത്തിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ ഈസിയായി 80 കോടി രൂപയുടെ ബഡ്ജറ്റാണ് ഇതിന്റെ തുടക്കത്തിൽ ഞങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പോലും സ്വന്തമായി ചാനലുകൾ നടത്തുമ്പോൾ പോലും കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇന്നലകളിലും ഇന്നും നാളെയുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ചാനലുകൾക്ക് വേണ്ടി ഷെയർ സ്വരൂപിക്കുന്ന പൈസ പിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ മായാജാലത്തിൽ കൂടിയാണെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ജനങ്ങളെ സുതാര്യമായി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ കൂടി നിങ്ങൾ ശ്രമിച്ചില്ല എങ്കിൽ നിങ്ങളെ അപകടപ്പെടുത്താൻ ആളുകൾ ഒരുപാടുണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ അധ്യക്ഷൻ ഞാനെന്റെ അനുജൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഈ പ്രായത്തിൽ ഈ വലിയ പ്രസ്ഥാനത്തിന്റെ ചെയർമാനായി ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഇതൊക്കെ പിള്ളേരുകളിയാണ് എന്നൊരു തോന്നൽ ചില ആളുകൾ. ഞാനിത് പറയുന്നത് ഇതിന്റെ സംഘാടകരെ നിരുത്സാഹപ്പെടുത്താനല്ല, ഇതിന്റെ ഉത്തരവാദിത്വവും ഗൗരവവും നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ്. വലിയ 50, 60, 70, 85 വയസ്സുള്ള ആളുകളെക്കാൾ ഇന്ന് ഒരു മൊബൈൽ എടുത്ത് കൊച്ചുകുട്ടിയുടെ കയ്യിൽ കൊടുത്ത് 2ാം ക്ലാസ്സുകാരനോട് പറഞ്ഞാൽ ഒരു മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി ആ കുട്ടി ഇരുന്ന് മെസ്സേജ് അയച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽപ്പെട്ട പലർ